ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മൂന്നാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദർസു ഹാദി അഷ്റ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ 11ാമത്തെ പാഠമായ ഇഹ്ഫദ് ലിസാനക. എന്താണ്? നിന്റെ നാവിനെ സൂക്ഷിക്കുക. നിന്റെ നാവിനെ സൂക്ഷിക്കൂ എന്നർത്ഥം വരുന്ന പാഠാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജിന്റെ യാത്രയിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവർ സ്വന്തം ശരീരവും മുഖവും ചെമ്പുനഖങ്ങൾ കൊണ്ട് മാന്തി പിളർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ആരാണിവർ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവർ ഗീബത്ത് പറഞ്ഞവരാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേറാജിന്റെ യാത്രയിൽ ഒരു വിഭാഗം ആളുകളെ കണ്ടു. എങ്ങനെയുള്ളവരായെന്നവരെ? അവർ സ്വന്തം ശരീരവും മുഖവും ചെമ്പു നഖങ്ങൾ കൊണ്ട് മാന്തി പിളർക്കുന്നു. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചതാണ്, ആരാണ് അവർന്ന്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവർ ഗീബത്ത് പറഞ്ഞവരാണ്. ഗീബത്ത് പറഞ്ഞവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജ് യാത്രയിൽ കണ്ടു. എങ്ങനെയായിരുന്നു അവർ? അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കാം. മുനവ്വിർ, എന്താണ് ഗീബത്ത്? ഉസ്താദ്, ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയലാണ് ഗീബത്ത്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയലാണ് ഗീബത്ത്. അത് അടയാളപ്പെടുത്തി വെക്കാം. അടുത്തത് അഹ്മദ്, പറയുന്നത് ഉള്ള കാര്യമാണെങ്കിലോ? ഒരാളെക്കുറിച്ച് ഉള്ള കാര്യമാണെങ്കിലോ പറയുന്നത്, അത് ഗീബത്താകുമോ? അഹ്മദ് ഉസ്താദിനോട് ചോദിച്ചു. ഉസ്താദ്, ഉള്ള കാര്യമാണെങ്കിലും ഗീബത്ത് തന്നെ, ഇല്ലാത്തതാണെങ്കിൽ അത് കളവ് കൂടിയാകും. അതായത് ഉള്ള കാര്യമാണെങ്കിലും അത് ഗീബത്ത് തന്നെയാണ്. ഇനി ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയുകയാണെങ്കിൽ അവിടെ അത് കളവ് പറഞ്ഞത് കൂടിയാകും. അപ്പം അത് പാടില്ല, മനസ്സിലാക്കുക. സംസാരിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ത്? സംസാരിക്കാനുള്ള കഴിവ്. അത് നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ. കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം തുടങ്ങിയവെല്ലാം വലിയ കുറ്റങ്ങളാണ്. അപ്പോൾ നാവുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളാണ് ഇതൊക്കെ. കളവ് പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, പരിഹാസം, ഇതൊക്കെ തുടങ്ങിയവെല്ലാം വലിയ കുറ്റങ്ങളാണ്. നാവുകൊണ്ട് പറയുന്ന വലിയ കുറ്റങ്ങളിൽ പെട്ടതാണ്. മനുഷ്യരെ കൂടുതലായിട്ട് നരകത്തിലാക്കുന്നത് ചീത്ത സംസാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ചോദ്യം വരും, നാവുകൊണ്ട് ചെയ്യുന്ന ദോഷങ്ങളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഇവിടുന്ന് കളവ്, ഗീബത്ത്, നമീമത്ത്, പരിഹാസം, അതിൽ നിന്ന് ഏതെങ്കിലും എഴുതാം. അപ്പം ഇതും ചോദ്യം വരാറുണ്ട്. എന്താണ്? മനുഷ്യരെ കൂടുതൽ നരകത്തിലാക്കുന്നത് എന്താണ്? ചീത്ത സംസാരമാണ്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനായിട്ടൊക്കെ ഉള്ളൊരു ചോദ്യമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. കുട്ടികളെല്ലാവരും ആമീൻ പറഞ്ഞു. വലാ യഅ്തബ ബഅ്ളുകും ബഅ്ള, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. ഇവിടെ താഴത്തുള്ള നക്റ വനഫമു മനസ്സിലാക്കുക. ഇഹ്ഫദ് ലിസാനക, നിന്റെ നാവിനെ സൂക്ഷിക്കുക. ഗീബത്ത് എന്ന് പറഞ്ഞാൽ പരദൂഷണം, ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയാലും പരദൂഷണം. പിന്നെ എന്താ? നമീമത്ത് എന്ന് പറഞ്ഞാൽ ഏഷണി. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ വാക്കുകളൊക്കെ മനസ്സിലാക്കുക. നമുക്ക് ഇതിൻ്റെ തദ്രിബാത്ത് നോക്കാം. ദഫ്തർ തോലിബില് നുജിബ് ആദ്യം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഗീബത്ത് എന്നാൽ എന്താണ് ഗീബത്ത്? നമ്മൾ ഫസ്റ്റ് പാഠത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. ഒരാളെക്കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയലാണ് ഗീബത്ത്. അപ്പോൾ അതവിടേക്ക് എഴുതുക. അടുത്ത് എന്താണ് നമീമത്ത്? നമീമത്ത് എന്നാൽ എന്താണ്? നമ്മൾ ഏഷണി എന്ന് പറഞ്ഞു. എന്താണ് ഏഷണി? അപ്പോൾ ഇവിടെ എന്താ ആൻസർ ചെയ്താ? നമീമത്ത് എന്നാൽ ഒരാളെക്കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് അയാളെക്കുറിച്ച് കുറ്റം പറയലാണ് ഏഷണി. പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് ഏഷണി പറഞ്ഞു കൊടുക്കലാണ് നമീമത്ത്.
അപ്പോൾ അത് മനസ്സിലാക്കാൻ, നമീമത്ത് എന്നാൽ ഏഷണിയാണ്. അപ്പോൾ അതൊന്ന് വിശദമാക്കി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഒരാളെക്കുറിച്ച്, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കലാണ് ഏഷണി. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത ചീത്ത സംസാരങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. ചീത്ത സംസാരങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, കളവ് പറയൽ അത് ചീത്ത കാര്യമാണ്. പിന്നെ ഈബത്ത് പറയൽ, നമീമത്ത് പരിഹാസം, ഒരാളെ പരിഹസിച്ച് എന്തെങ്കിലുമൊക്കെ പറയലൊക്കെ ചീത്ത സംസാരമാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലും ചോദ്യം വരാം. നാവ് കൊണ്ട് ചെയ്യുന്ന ദോഷങ്ങൾ ഒക്കെ ചോദിച്ചാലോ നമുക്ക് ഇതൊക്കെ എഴുതാം. മനസ്സിലാക്കുക. ഇനി സൽവചനങ്ങൾക്ക് 3 ഉദാഹരണം എഴുതുക. അതായത് നല്ല കാര്യങ്ങൾക്ക്. സത്യം പറയുക, പിന്നെന്താണ്, നല്ലത് മാത്രം പറയുക, നന്മ ഉപദേശിക്കുക. ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാം. സത്യം പറയുക, നല്ലത് പറയുക, നന്മ ഉപദേശിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ, സ്വലാത്ത് എന്നിവ ചൊല്ലുക. ഇതൊക്കെ നമ്മൾ നാവ് കൊണ്ട് പറയുന്ന നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതാം. അടുത്തത്, മേറാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ എന്താണ് കണ്ടത്? മേറാജിൻ്റെ രാത്രിയിൽ, അതായത് മേറാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ എന്താണ് കണ്ടത് എന്നാണ്. അപ്പോൾ ഈ മേറാജിൻ്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗം ആളുകളെ കണ്ടു. അപ്പോൾ ഇത് നരകത്തിലാണ് കണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അവർ സ്വന്തം ശരീരവും മുഖവും ചെമ്പു നഖങ്ങൾ കൊണ്ട് മാന്തി പിളർക്കുന്നു. ഇതാണ് നരകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട കാഴ്ച. മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത്, ഇസ്രാവും മേറാജും നടന്നത് എന്നാണ്. ഇസ്രാവും മേറാജും നടന്നത് എന്നാണ്. നിങ്ങൾക്ക് പാഠഭാഗത്തിൽ പറയുന്നില്ല. അപ്പം എന്താ നമുക്ക് എഴുതാം. അപ്പം നിങ്ങൾ ഈ ഭാഗം ഒന്ന് മനസ്സിലാക്കുക. റജബിന് പല പ്രത്യേകതകളുമുണ്ട്. അത് വിശുദ്ധ മാസമാണ്. റജബിലാണ് ഇസ്രാവും മേറാജും ഉണ്ടായത്. നുബൂവത്തിൻ്റെ 11ാം വർഷം റജബ് 27 രാവിലാണ് ഇസ്രാവും മേറാജും ഉണ്ടായത്. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ബാക്കിയൊന്നും നിങ്ങൾ മനസ്സിലാക്കാനായിട്ടില്ല. നമുക്ക് അടുത്ത വർഷം 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നുബൂവത്തിൻ്റെ 11ാം വർഷം റജബ് 27 രാവിലാണ് ഇസ്രാവും മേറാജും ഉണ്ടായത്. അത് അവിടേക്ക് നോക്കി എഴുതുക എല്ലാവരും. അടുത്തതിന് ഉൻഷുൽ ജുമുല, വാക്യം നിർമ്മിക്കണം. അനുഗ്രഹം. അനുഗ്രഹം എന്ന് വെച്ചിട്ട് എന്ത് എഴുതാം? അല്ലാഹു തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സംസാരിക്കാനുള്ള കഴിവ്. അങ്ങനെ എഴുതാം. അല്ലാഹു തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സംസാരിക്കാനുള്ള കഴിവ്. സംസാരിക്കാനുള്ള കഴിവ് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അങ്ങനെ എഴുതാം. നമുക്ക് ചെറുതാക്കി എഴുതണമെങ്കിൽ എഴുതാം. എന്തായാലും അനുഗ്രഹം എന്നുള്ള വാക്ക് അതിലുണ്ടായാൽ മതി. മനസ്സിലാക്കുക. അടുത്തത്, മാന്തി പിളർത്തി. എന്താണ്? സ്വന്തം ശരീരം മാന്തി പിളർത്തി. അങ്ങനെ എഴുതാം നമുക്ക്. സ്വന്തം ശരീരം മാന്തി പിളർത്തി. അപ്പോൾ ഇവിടെ ശരീരവും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുഴുവനാക്കി നമുക്ക് വലിയ വേർഡ്സ് ആക്കണ്ട. ശരീരവും മുഖവും എന്നൊക്കെ. അപ്പം സ്വന്തം ശരീരം മാന്തി പിളർത്തു. അങ്ങനെ എഴുതാം. അടുത്തത് എന്താണ്? പൊരുത്തപ്പെട്ടു. എന്താണ് പൊരുത്തപ്പെട്ടു എന്നുള്ളത്? തെറ്റുകൾ പറ്റിയാൽ തെറ്റുകൾക്ക് പൊരുത്തപ്പെട്ട് മാപ്പ് നൽകണം. അങ്ങനൊക്കെ എഴുതാം നമുക്ക്. പൊരുത്തപ്പെട്ടു എന്നുള്ള വാക്ക് വേണം. എന്താണ്? കൂട്ടുകാർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. അങ്ങനൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാം. പൊരുത്തപ്പെട്ടു. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നക്രൗ താഹുദ വനൻഷൽ. ഇവിടെ നമുക്ക് താഴെ നമ്മളൊരു പ്രതിജ്ഞ ചെയ്യും. ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിച്ചു ജീവിക്കും. അപ്പോൾ അത് വായിച്ചിട്ട് ഇവിടേക്ക് പകർത്തി എഴുതാനാണ്. മനസ്സിലാക്കുക. ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിച്ചു ജീവിക്കും. പ്രതിജ്ഞ, സത്യപ്രസ്താവന ചെയ്യുന്ന. മനസ്സിലാക്കുക. ഞാൻ സത്യമേ പറയൂ. ഞാൻ നല്ലതേ പറയൂ. ഞാൻ ഒരാളെക്കുറിച്ചും ഈബത്ത് പറയില്ല. ഞാൻ ഏഷണി പറയില്ല. പിന്നെ ഞാൻ ആരെയും പരിഹസിക്കില്ല. ഞാൻ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും. അപ്പോൾ അത് വായിക്കുക. എന്നിട്ട് അവിടേക്ക് പകർത്തി എഴുതുക. അടുത്ത അതേപോലെ ഇവിടെ അറബിയാണ് തന്നത്. അറബി. അപ്പോൾ അതും അതുപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് അവിടേക്ക് പകർത്താനാണ്. എന്താണ്? അഹ്ഫളു ലിസാനി. അഹ്ഫളു ലിസാനി. എൻ്റെ
നാവിനെ ഞാൻ സൂക്ഷിച്ചു ജീവിക്കും. എൻ്റെ നാവിനെ ഞാൻ സൂക്ഷിക്കും. ലാ അക്കൂലു ഇല്ലൽ ഹക്ക്, ഞാൻ സത്യമേ പറയൂ. ലാ അക്കൂലു ഇല്ലൽ ഖൈർ, എനിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ. ഞാൻ നല്ലത് മാത്രമേ പറയൂ. മനസ്സിലാക്കുക. അടുത്തതോ ലാ അഴ്താബു അഹദൻ, ലാ അഴ്താബു അഹദൻ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ആരെയും കുറ്റം പറയില്ല, ഞാൻ ആരെയും ഈബത്ത് പറയില്ല. ലാ അന്നമു അഹദൻ, ഞാൻ ഏഷണി പറയില്ല. അടുത്തതാ ലാ അസ്തഹസിഉ അഹദൻ, ഞാൻ ആരെയും പരിഹസിക്കില്ല. ആമിലു ജമിയ ബിൽ ഖൈർ, ഞാൻ എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറും. അപ്പോൾ ഒക്കെ അതുപോലെ പകർത്തെഴുതുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് പകർത്തെഴുതുക. അതാണ് ഇതിൽ വന്ന വർക്ക്. അപ്പോൾ എത്രയാണ് ഈ 11ാമത്തെ പാഠത്തിൽ വന്ന വർക്ക്? എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാമായി. അപ്പോൾ എല്ലാവരും നമ്മൾ ചോദ്യപേപ്പറൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഉപകാരപ്പെടുത്തി കാണുക. ഇനി ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. ഇനി മദ്രസ വിഷയങ്ങൾക്കോ സ്കൂൾ വിഷയങ്ങൾക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് ട്യൂഷനായിട്ടൊക്കെ ആർക്കും വേണമെങ്കിലും നിങ്ങൾ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ വളരെ കുറഞ്ഞ ഫീസിൽ ടീച്ചേഴ്സിന് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.